അങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഈ വരവ് കേട്ടോ. എന്തിനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയ പുരസ്കാരവും കൊണ്ട്. അയ്യോ, കയ്യിരിക്കുന്ന ആളെ അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് സൗജന്യമായി കിട്ടിയൊരു പുരസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അത് തന്നെ. എന്താണെന്നല്ലേ, അപ്പോൾ എനിക്ക് എന്തായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ റിസൾട്ട് വന്നപ്പോഴേക്ക് ഞാൻ അങ്ങനെ ടൈഫോയിഡ് പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. ആദ്യം ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ പനിയാണെന്ന് എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് കാഞ്ഞിരപ്പള്ളി മേരിക്കോൺസ് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയത് കേട്ടോ. ഏകദേശം ഒരാഴ്ചയോളം ഇവിടെയായിരുന്നു. ഒരുപാട് മെൻ്റൽ ട്രോമയിലൂടെയാണ് കേട്ടോ ഈ ദിവസങ്ങൾ ഞാൻ കടന്നു പോയത് കേട്ടോ. കാരണം ഈ ടൈഫോയിഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മുടെ വൈറ്റമിൻ ഡിയും കൂടെ കുറഞ്ഞ് ആകെ മെമ്മറിയും ഒക്കെ പോയി അടിച്ചു പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അവിടെ ആകെപ്പാടൊരു ആശ്വാസം പറയുന്നത് ഈ കാണുന്ന മുഖത്ത് ചിരി മാത്രമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചുറ്റും നിന്ന സ്ട്രോങ് ആയിട്ടുള്ള ഈ ആൾക്കാർ കേട്ടോ, ഇവരെന്നെ ഹാപ്പിയാക്കാനും ഇവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ തിരിച്ചു വരാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഈ ഒരു ഇയറിൻ്റെ എൻഡിങ്ങിൽ എന്നെ ദൈവം നന്നായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനേക്കാളും വലിയൊരു കാര്യം കേട്ടോ. കാരണം കുഞ്ഞുവാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ കോൺസെൻട്രേഷൻ അവളിലേക്ക് പോകുമ്പോൾ നമ്മളെ നോക്കാൻ മറന്നു പോകുന്നൊരു അനുഭവം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു നേഴ്സായിട്ട് പോലും അതിനെ വലിയ കാര്യത്തിൽ കെയർ ചെയ്തില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എടുക്കാതെ, അതുപോലെ കറക്റ്റായിട്ട് ഫുഡൊക്കെ കഴിക്കാതെ അങ്ങനെ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞതും ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നു. സാരമില്ല കേട്ടോ, നമുക്കെല്ലാം ശരിയാക്കാം.